നിർമ്മല ഹൃദയ പ്രതിഷ്ഠ ഒന്നാം ദിനം. കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ മാർ ഔസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം. നമ്മിലും നമ്മുടെ കുടുംബത്തിലും നിയോഗങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വചനം ഇപ്രകാരം നമ്മോട് പറയുന്നു: നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. 1 കൊരിന്ത്യർ 6:19. ഈ വചനപ്രകാരം എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് പരിശുദ്ധാത്മാവിനോട് ഒപ്പം നടന്ന ഔസേപ്പിതാവിനെ പോലെ നമുക്കും പരിശുദ്ധാത്മാവിനോടൊപ്പം നടക്കാം. ഇന്ന ദിവസം പരിശുദ്ധാത്മാവിനോടൊപ്പം നടക്കാനും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാനുമുള്ള കൃപ ലഭിക്കാൻ മാർ ഔസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കണ്ണുകളെ അടച്ച് നമ്മുടെ നിയോഗങ്ങളെ, എന്തു നിയോഗവുമായിട്ടാണോ നാം ഈ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്നത്, ആ നിയോഗങ്ങളെ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാർ ഔസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണിമിശിഹ പറ്റിച്ചേർന്ന് കിടന്ന അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ പാലകനെ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെ കാഴ്ചവെച്ച് സാധിച്ചു തരണമേ എന്ന് അങ്ങയുടെ നിർമ്മല ഭാര്യയും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മധ്യസ്ഥതയിൽ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിനും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിനും ഔസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിനും നിത്യം സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.